ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വില്ലേജ് ഏരിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലായി കാണാം, നമ്മൾ ഇന്നൊരു കുളം ഉണ്ടാക്കാൻ പോവുകയാണ്. വേറൊന്നുമല്ല, നമ്മൾ കുറച്ച് കോഴിക്കറുപ്പ്, ഗോൾഡ് ഫിഷ്, അതിനൊക്കെ ഇടാൻ പറ്റുന്ന നാച്ചുറലി ആർട്ടിഫിഷ്യലൈസ്ഡ് പോണ്ട് ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായം നിർദ്ദേശങ്ങൾ കമന്റ് ചെയ്യണം. ആദ്യമായിട്ടായിരിക്കും ഒരു യൂട്യൂബറിന്റെ ഹാഫ്നേക്കായിട്ട് വന്നിട്ട് ഇൻട്രോ പറയുന്നത്. നല്ല തണുപ്പാണ്, നല്ല മഴയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് പാർട്ടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. എങ്ങനെയാണ് കുളം ഉണ്ടാക്കുന്നത് ആ രീതിയിൽ കണ്ടിട്ട് വരാം. അപ്പോൾ ഓക്കെ, നിങ്ങളതൊക്കെ ഇത് കണ്ടിട്ട് വാ. അപ്പോൾ അതെ, നമ്മൾ കുളം ഉണ്ടാക്കാൻ പോകുന്ന ഏരിയ എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഈ ഒരു ഏരിയ ഉണ്ടോ, ഈ ഒരു പിന്നിരിക്കുന്നത്, നമ്മൾ അവിടെയാണ് കുളം ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് ഒരു ചെറിയ ലോ സ്പേസിൽ നമുക്ക് കുളം ഉണ്ടാക്കാം. അതാണ് എൻ്റെ ഒരു രീതിയിലാണ് ചെയ്യുന്നത്. ഒരു എന്താ പറയാ, ഒരു ആർട്ടിഫിഷ്യലി നാച്ചുറലൈസ്ഡ് പോണ്ട്, അതാ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ നമുക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം. ഈ ഒരു ഏരിയയും ക്ലീൻ ചെയ്തിട്ട് നമ്മളിവിടെ ഷീറ്റ് അടിക്കും. ഷീറ്റ് അടിച്ച് ചാക്കൊക്കെ വെച്ച് മാക്സിമം സെക്യൂർ ചെയ്ത് നമ്മുടെ ഇടുന്ന പടുതി ഉണ്ടല്ലോ, ആ ഒരു ഷീറ്റിനെ എന്താ പറയാ, ആ ഒരു ഷീറ്റിനെ ലൈഫ് എത്രത്തോളം മാക്സിമൈസ് ചെയ്ത് കൊണ്ടുപോകുക, അതേ രീതിയിലെല്ലാം ഷീറ്റ് സെക്യൂർ ചെയ്തിട്ടായിരിക്കും നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്യുമ്പോൾ അടിപൊളിയായിരിക്കും. അപ്പോൾ ഇവിടെ കട്ടയൊക്കെ വെക്കാനുണ്ട്. അപ്പോൾ ആ പരിപാടിയൊക്കെ നോക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ അതെ, നിങ്ങളിപ്പോൾ വഴി കണ്ടു കാണും. അപ്പം നേരത്തെ കാണിച്ചില്ലേ, ആ ഒരു ഏരിയ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ ഇടുന്ന വലിയൊരു ഏരിയ സാധനം ഉണ്ടായിരുന്നു, അതെടുത്ത് മാറ്റി. അപ്പം ഇനി കാണുന്നത് ഈ തറ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ഫ്ലോർ കണ്ടില്ലേ, ഈ ഒരു ഫ്ലോർ മൊത്തം പൊത്തും കുഴിയൊക്കെയാണ്. അപ്പം എന്ത് ചെയ്യും, നമ്മളിവിടെയൊക്കെ ചാക്ക് വെച്ച് അടിച്ച് ഈ ഫുൾ ഏരിയ കവർ ചെയ്യും. ഈ തറയുള്ള മണ്ണും എല്ലാം മാറ്റി മാക്സിമം തേച്ച് നല്ല ക്ലീൻ ആക്കി എടുക്കും. അവിടെ പിള്ളേർ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം അവിടെ നമ്മൾ ഫുള്ള് ക്ലീൻ ആക്കി റെഡിയാക്കി വെക്കും. പിന്നെ ഇവിടെ നമ്മളിവിടെ കവർ ചെയ്യും. അതായത് ഈ ഒരു ലെവലിൽ ഒരു ചെറിയ ഭിത്തി പണിയും, അവിടെ ആ ഒരു ലെവലിൽ ചെറിയൊരു ഭിത്തി പണിയും. എന്നിട്ട് അതിൻ്റെ ഉള്ളിലായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന ഈ ഒരു ഏരിയ, അതായത് എൻ്റെ അരയ്ക്ക് മുകളിൽ എന്ന് പറയുമ്പോൾ എൻ്റെ ചങ്കിന് തൊട്ട് താഴെ, ഒരു ചങ്കിന് ഏകദേശം ഒരു 2 ഇഞ്ച് താഴെ ആയിരിക്കും ഇതിൻ്റെ ആഴം എന്ന് പറയുന്നത്. ആഴം ഇനിയും കൂടും. നല്ല ആഴത്തിന് നമ്മൾ ചെയ്യും. അപ്പോൾ ഏരിയ ഉണ്ടല്ലോ, ഒരു പരിപാടി ചെയ്യാം. ഞാനെന്നാ ബാക്കി ക്ലീൻ ആക്കട്ടെ കേട്ടോ. ഇപ്പോൾ സമയം ഏകദേശം 8 മണിയോളമായി. ഞാൻ നേരത്തെ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 8 മണിക്കാണ് കേട്ടോ ഇറങ്ങിയത്. അപ്പോൾ നിങ്ങൾക്ക് വിഷ്വൽസ് എത്രത്തോളം വൃത്തിയായിട്ട് കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇപ്പോൾ ഞാൻ നോക്കുവാണെങ്കിൽ, ഇപ്പം നിങ്ങളിവിടെ കണ്ടല്ലോ, ഞാനിവിടെ തിട്ടൊക്കെ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട്. തറയൊക്കെ ഏകദേശം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പം പണി കഴിഞ്ഞ് കയറിയതുള്ളൂ, കാലം പോയി മടി കഴിയിട്ടില്ല. ഇത്രയും ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ പകലുള്ള വിഷ്വൽസ് പകൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എങ്ങനെ, നിങ്ങളെല്ലാവരും പോയി ഉറങ്ങിക്കോ. ഞാൻ ഇനി ബാക്കി പ്ലാനൊക്കെ റെഡി ആക്കട്ടെ. അപ്പോൾ ബൈ ഗൈസ്. അപ്പോൾ നമ്മൾ ചാക്ക് എടുക്കാൻ പോകണം, ചാക്ക് മേടിക്കാൻ പോവാണ്. ഇത്രയും വലിയ കുന്നാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഈ ഒരു കുന്നിന്റെ മണ്ടയ്ക്ക് നിന്ന് നമ്മൾ ഈ എന്നാ പറയാ, വാഴയില്ലേ, വാഴ പ്ലാന്റ് ചെയ്യുമ്പം വാഴക്കൊലയ്ക്ക് നമ്മളിങ്ങനെ ചാക്കിടും. അപ്പൊ ഈ ചാക്ക് ഉണ്ടല്ലോ, ഇത് വേസ്റ്റ് ചാക്കാണ്. അപ്പോൾ പ്ലാസ്റ്റിക് ആണല്ലോ. അപ്പൊ നമ്മൾ വേസ്റ്റ് മെറ്റീരിയൽ കൂടുതൽ യൂട്ടിലൈസ് ചെയ്തിട്ടാണ് നമ്മുടെ കുളത്തിന്റെ വർക്ക് നമ്മൾ ചെയ്യുന്നത്. ജോമോൻ ചേട്ടയാണ് നമുക്ക് ചാക്ക് തരുന്നത്. ചേട്ടൻ്റെ ആയത്തെ വിടാൻ തോന്നുന്നത്. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, നമ്മളിങ്ങനെ ഈ മേലോട്ട് പോയി വഴിനീളമുള്ള ചാക്കുകളെല്ലാം പെറുക്കുകയാണ്. നമുക്ക് ഒരുപാടൊന്നും വേണ്ട, കുറച്ച് മതി. ഇവിടെ ഒരു 10-25 ചാക്ക് മതി. വാഴത്തോപ്പ് കണ്ടല്ലോ. അപ്പോൾ ഇവിടെയുള്ള വാഴേൻ്റെ ഒക്കെ ചാക്കാണ് ഈ കാണുന്നത്. അപ്പോൾ പ്രഭുചേട്ടനെ അറിയാലോ, നമ്മുടെ കഴിഞ്ഞ മൊത്തം വണ്ടി പ്രൊജക്റ്റിനൊക്കെ വണ്ടി എടുക്കുന്ന പ്രഭുചേട്ടയാണ്. ചേട്ടയും കൂടെ ഉണ്ട്. നമ്മൾ ചാക്കെല്ലാം പെറുക്കി ക്ലീൻ ചെയ്ത് ചേട്ടനെ വണ്ടിക്കകത്ത് ഇടാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒക്കെ ചാക്കൊക്കെ ഒന്ന് പെറുക്കിയിട്ടെ, ബാക്കി പെരിടും. അപ്പോൾ നമ്മൾ പറമ്പിൽ കൂടെ നടന്നാണ് ചാക്കുകൾ പെറുക്കുന്നത്. സൂപ്പർ പറമ്പാണ് കേട്ടോ. അപ്പോൾ ചാക്ക് 2 ആയിട്ടുണ്ട്. ആണ്ട ഒരു ചാക്ക് അവിടെയും കിടപ്പുണ്ട്. പറമ്പ് നിറച്ച് ചാക്ക കേട്ടോ, ഇഷ്ടംപോലെയുണ്ട്. കോപ്പിറൈറ്റ് ഉള്ളൊരു പാട്ട് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട്. ദൈവമേ, കോപ്പിറൈറ്റ് അടിക്കുമോ? ഇവിടെയൊക്കെ മീനുണ്ടാവാൻ ചാൻസ് കേട്ടോ. ഇവിടെ മീനില്ലേ, ആടെ കിടക്കും ചാക്ക്. നമ്മൾ പറമ്പിൽ ഉപേക്ഷിച്ച് കളഞ്ഞ പഴയ ചാക്കുകൾ നോക്കി. ഇതൊക്കെ നല്ല ചാക്കാണ്, പക്ഷെ ഉപേക്ഷിച്ച് നാശമായി കിടക്കണതാണ്. നാശമൊക്കെ വരെ ചില്ലറ നാശം. ഇതൊക്കെ അങ്ങനത്തെ ചാക്കാണ് ഇതൊക്കെ. ഇത് ഇങ്ങോട്ട് വരട്ടെ.
ചാക്കുകളൊക്കെ പെറുക്കി ഞാൻ അടുത്ത സെറ്റ് ഇനി താഴേന്ന് വെറുക്കാം അല്ലേ? ഫുള്ള് ഇവിടെ നിൽക്കണ്ടല്ലോ. അങ്ങനെ ചാക്കൊക്കെ കയറ്റിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ചാക്ക് കയറ്റിയിരിക്കുകയാണ്. ഇനി അടുത്ത സെറ്റ് എടുക്കാം അല്ലേ? സെറ്റ് പെറുക്കി കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇഷ്ടം പോലെ ചാക്കുകളാണ്. അപ്പൊ ഇപ്പം കൃഷി കഴിഞ്ഞ പാടെ ചാക്കുകൾ കുറെ മണ്ണിനടിയിലൊക്കെ പോകും. അപ്പൊ അത് മണ്ണിന് കേടാണ്. അപ്പൊ എന്താണ് ചെയ്യുന്നത്, നമ്മൾ ഇതുപോലത്തെ വർക്കുകൾ ചെയ്യുമ്പോൾ എന്താവും, അവർക്കും ഒരു ഉപകാരമാണ്. ഇങ്ങനെയുള്ള ചാക്കുകൾ പൊതുവെ അവർ പ്രോപ്പറായ രീതിയിൽ ഡിസ്പോസ് ചെയ്യും. ഡിസ്പോസ് ചെയ്ത് കഴിയുമ്പോൾ അതങ്ങ് ഡിസ്പോസ് ചെയ്ത് പോവല്ലേ, പക്ഷെ അത് പിന്നീട് അങ്ങോട്ട് യൂട്ടിലൈസ് ചെയ്യുന്നില്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യുന്നു, നമ്മളിങ്ങനെ ഓരോരോ പരിപാടി ചെയ്യാൻ നേരത്ത്, ചാക്കുകൾ ഉപയോഗിക്കാൻ നേരത്ത്, അപ്പൊ അതിന്റെ ഒരു യൂട്ടിലൈസേഷൻ, പ്രോപ്പറായിട്ടുള്ള മറ്റൊരു യൂട്ടിലൈസേഷൻ അവിടെ നടക്കുന്നുണ്ട്. നോക്കി എന്നാ ഒരു സീനറിയാ നോക്കി. നമ്മുടെ നാടെന്ന് പറയുന്ന ഒരു സൂപ്പർ നാടാണ് കേട്ടോ, ഒന്നും പറയണ്ട. ഒരു അടിപൊളി നാടാണ് നമ്മുടെ ഇത് കാണാനും. പിന്നെ പ്ലാസ്റ്റിക് അത് പിന്നെ എല്ലായിടത്തും ഉണ്ടല്ലോ. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പം നിങ്ങളിങ്ങനെ ഓരോ സ്ഥലത്ത് പോകണേലും പ്ലാസ്റ്റിക് കവറും കാര്യങ്ങളൊക്കെ മാക്സിമം ഉപയോഗിക്കുന്നത് കുറയ്ക്കുക. നിങ്ങൾ വീട്ടിൽ ഇതുപോലെ DIY ട്രിക്സും ഹാക്സൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് അതൊക്കെ യൂട്ടിലൈസ് ചെയ്യുക, വീണ്ടും പുനരുപയോഗിക്കാനുള്ള. അല്ലെങ്കിൽ ഇതൊക്കെ ഡിസ്പോസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവുമല്ലോ, നഗരസഭയുടെ ഒക്കെ ആൾക്കാരുണ്ടാവരെ, അവരെയൊക്കെ ഒന്ന് കോണ്ടാക്ട് ചെയ്ത് അങ്ങനെയുള്ള ഇനിഷ്യേറ്റീവ്സ് നിങ്ങൾ തന്നെ എടുക്കുക. അതുകൊണ്ട് അവിടെയൊക്കെ പഴയ ചാക്ക് ഇഷ്ടം പോലെ ഉണ്ട്. അപ്പം ഞാനവരൊന്ന് പെറുക്കട്ടെ. അടിപൊളി എണ്ണയാണോ കുലുക്കുന്ന സൗണ്ട്? പമ്പ് ചെയ്യുന്നുണ്ടാവും അല്ലേ? അപ്പൊ അമ്മച്ചിയാണ് കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ തന്നത്, ജോമോൻ ചേട്ടൻ്റെ അമ്മച്ചിയെ. അങ്ങനെ നമ്മൾ വീടെത്തി കേട്ടോ. ഇനി ചാക്കൊക്കെ ഒന്ന് പുറത്തേക്ക് ഇറക്കി വെക്കണം, കഴുകണം. നിങ്ങൾക്ക് ഞാൻ സ്ഥലം കാണിച്ചു തന്നില്ലല്ലോ അല്ലേ, ഞാനത് വിട്ടുപോയി. അപ്പൊ ഇത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കുളമാണ് കേട്ടോ. അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. ചക്രവർത്തി അപ്പൊ നമുക്ക് ചാകറക്കാം. അപ്പൊ അതെ, ക്യാമറ മഴ നനയാതെ വെക്കാൻ ഒരു സെറ്റപ്പ് ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഈ ഏരിയയിൽ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പൊ നമ്മുടെ കുറ്റിച്ചീലും കൊണ്ട് കുറ്റിച്ചൂല്, എന്തൊരു തെറ്റാ നോക്കണേ. അപ്പൊ കുറ്റിച്ചൂലും കൊണ്ട് നമ്മുടെ ഈ സൈഡെല്ലാം ഒന്ന് ഉരച്ച് വൃത്തിയാക്കുവാണ്. ശേഷം നമുക്കൊരു 10-20 വെട്ടുകല്ല് എടുത്തുകൊണ്ട് വരണം. എന്നിട്ട് സൈഡെല്ലാം കവറപ്പ് ചെയ്യണം. ഓക്കെ, ടോപ്പ് കാണിക്കാം. അപ്പൊ ഞാനിതൊന്ന് വർക്ക് ചെയ്യട്ടെ, നിങ്ങളൊന്ന് കണ്ടിട്ട് വാ. ഇപ്പൊ നിങ്ങൾ കണ്ടു കാണുമല്ലോ, ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഏരിയ നമ്മൾ ഒരു കുളം ഉണ്ടാക്കാനാക്കിയെടുത്തത്. അതുകൊണ്ട് നമുക്ക് ഏതൊരു ചെറിയ ഏരിയ വേണേൽ നമുക്ക് കുളം ഉണ്ടാക്കാൻ ഇതുപോലെ സെറ്റപ്പ് ചെയ്തെടുക്കാം കേട്ടോ. കുളം പണിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല മഴ പെയ്തു, കണ്ടല്ലോ. എത്രത്തോളം കഷ്ടപ്പാടുണ്ടെന്നറിയാമോ നമ്മളൊരു ചെറിയ കുളം കെട്ടുമ്പോൾ. പക്ഷെ നമുക്ക് ഈ ചെറിയൊരു ഇട്ടാവട്ടത്തിൽ നല്ലൊരു പോണ്ട് നമുക്ക് സെറ്റ് ചെയ്തെടുക്കാം, നാച്ചുറലി ആർട്ടിഫിഷ്യലൈസ്ഡ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യാനാ, മഴ കുറഞ്ഞിട്ട് ഞാൻ ബാക്കി വർക്കുകൾ കാണിച്ചു തരാം കേട്ടോ. നമ്മളിങ്ങനെ ഈ 2 കല്ല് വെക്കുമ്പോൾ ഇടയ്ക്ക് ചേർന്നില്ലെങ്കിൽ നിങ്ങൾ സിമ്പിൾ പരിപാടി ചെയ്താൽ മതി. ഇതുപോലുള്ള V ഷേപ്പിലുള്ള കല്ലുകളില്ലേ, ആ കല്ലുകൾ ഇങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് നന്നായിട്ട് അടിച്ചു കൊടുക്കുവാണെങ്കിൽ നന്നൊരു തിക്കായിരുന്നുള്ളൂ. അപ്പോൾ ഇതിങ്ങോട്ട് തള്ളി വരും എന്നൊരു പേടി വേണ്ട. നമ്മൾ യൂഷ്വലി ഇങ്ങനെ ചെയ്യാറ്, ഞാൻ കണ്ടിട്ടുള്ള അങ്ങനെയാണ്. അപ്പോൾ അതെ, നമ്മൾ ഇത്രയും വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ കട്ട വെച്ചിട്ടുണ്ട്. അതായത് അവിടെ 10 കട്ട, ഇവിടെയും 10, ടോട്ടൽ 20 കട്ട നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിന്റെ ഈ ഓരോ ഗ്യാപ്പിനിടയിൽ ഓരോ കല്ല് ഇത് അടിച്ചിട്ട് ഇതൊന്ന് സ്ട്രോങ് ആക്കണം. കാരണം ഇതിങ്ങനെ ചേർന്നിരുന്നാല് പിന്നീട് ഇങ്ങോട്ട് ഇവിടെ പ്രഷർ കൂടുമ്പോൾ ബൾജ് ചെയ്ത് ഇങ്ങോട്ട് വരാതിരിക്കുള്ളൂ. പിന്നെ നമുക്കിവിടെ കമ്പി അടിച്ചിറക്കിയാലും മതി, വേറെ വിഷയങ്ങളൊന്നുമില്ല. ഇനി ചെയ്യേണ്ടത് ഗ്യാപ്പ് അടയ്ക്കുന്നു, ചെളി തേക്കുന്നു, ചാക്കിടുന്നു, ഷീറ്റ് ഇടുന്നു. അപ്പൊ അത് നമുക്ക് നാളെ നോക്കാം. ഇതിപ്പോ സമയം പോയി, കുറച്ച് വൈകി, ഷൂട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാണ്, ലൈറ്റിംഗ് ഒക്കെ പോവാം. അപ്പൊ ഇപ്പൊ ചെയ്യാവുന്ന വർക്കുകൾ ഞാൻ ചെയ്തിട്ട് ബാക്കി വിഷ്വൽസ് നാളെ കാണിക്കാം. അപ്പൊ ഗ്യാപ്പെല്ലാം അടച്ചു, നിങ്ങൾ കണ്ടല്ലോ. ഇങ്ങേ സൈഡിലെ ഗ്യാപ്പ് നോക്കി, ഇങ്ങേ സൈഡും അടച്ചു, ആ സൈഡും ഓക്കെ ആയി. അപ്പൊ അതെ, തറ നിറച്ച് ചെളിയാണ്, ചവിട്ടിയാൽ നന്നായിട്ട് താന്നു പോകും.
അപ്പോൾ നമുക്ക് തറയിൽ കുറച്ച് പഴയ ചാക്ക് എന്തായാലും വിരിക്കണം. പിന്നെ ചാക്ക് വിരിച്ചു കഴിയുമ്പോൾ എന്തോ തറ ചൂടാവും. ചൂടൊക്കെ കഴിയുമ്പോൾ വെള്ളം അങ്ങ് വറ്റി പൊക്കോളും. മഴയാണ് വിഷയം. മഴയില്ലായിരുന്നെങ്കിൽ ഇന്നും നാളെ മഴയില്ലായിരുന്നെങ്കിൽ നല്ല വൃത്തിക്ക് ഉണങ്ങിയാനെ. അതൊന്നും വിഷയമല്ല, നമ്മളൊന്നും കാര്യമാക്കുന്നില്ല. അപ്പോൾ അതെ, നമ്മളിനി ഈ ഭിത്തി ഫുള്ള്, ഈ ഭിത്തി കാണുന്ന ഏരിയ എല്ലാം ചാക്കടിച്ച് കവർ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഓരോരോ ഏരിയ ആയിട്ട് ഓരോ വിഷ്വൽസ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പറ്റുമെങ്കിൽ ഞാൻ ആ ക്യാമറ അതെ ആ മതിലയിൽ എടുത്ത് വെച്ചിട്ട് വൈഡ് വിഷ്വൽസ് ഇട്ട് തരാം. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങളിപ്പോൾ ഈ സൈഡ് ഞാൻ ചെയ്യുന്ന കണ്ടില്ലേ, ഈ സൈഡ് നിങ്ങളൊന്ന് കാണുക കേട്ടോ. ഷീറ്റ് ഇട്ട് കേട്ടോ. ഇപ്പോൾ കുറച്ച് ഷീറ്റ് നമുക്ക് ഇനി ഇടാനുള്ളതുണ്ട്. ഞാനിപ്പോൾ രണ്ടാമത്തെ കാലും മുഖമൊക്കെ കഴിയലാണ്. കാരണം നിങ്ങൾ തറ കണ്ട മനസ്സിലാക്കണം, ഞാൻ ഏകദേശം 5 ബക്കറ്റ് ചെളിയാണ് ഇതിനകത്ത് വാരിക്കളഞ്ഞത്. വലിയ 5 ബക്കറ്റ് ചെളി, നല്ല അരിപ്പായസം പോലെ ഉണ്ടായിരുന്നു ചെളി കാണാൻ. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഇതൊക്കെ ഞാൻ കോരിക്കളഞ്ഞ ചെളിയാണ്. അപ്പം അത് വളരെ പെട്ടെന്ന് ഡ്രൈ ആവാൻ ഞാൻ കാത്തു വെക്കുന്നില്ല. ഞാൻ അതിൻ്റെ മേലെ കൂടെ ചാക്കിടാൻ പോവാണ്. വേറൊന്നുമല്ല, ആ ചെളി ഉണങ്ങുമ്പം ചാക്ക് നന്നായിട്ട് തറയോട് പറ്റിപ്പിടിച്ചിരുന്നോളും. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഞാൻ തറ ചാക്കിടുന്ന വിഷ്വൽസ് കാണിക്കാൻ പറ്റുമെന്ന് അറിയില്ല, പറ്റുമെങ്കിൽ ഞാൻ കാണിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നും ചെയ്യാനില്ല. അപ്പോൾ കേട്ടോ, ഞാൻ ബാക്കി ഓർക്കും നോക്കട്ടെ. ഇപ്പോൾ നമ്മൾ ചാക്കിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുളത്തിൻ്റെ എല്ലാ വശവും ചാക്കിട്ട് സെക്യൂർ ആക്കി വെച്ചിട്ടുണ്ട്. കാണാൻ പറ്റുന്ന വിശ്വസിക്കുന്നു. ഇനി നമുക്ക് ഷീറ്റ് ഇടണം. അപ്പോൾ ഷീറ്റ് ഇടുന്ന ടൈം ലാസ്റ്റ് ആയിട്ടേ കാണിക്കാൻ പറ്റത്തുള്ളൂ. കാരണം ഇച്ചിരി ടൈം എടുക്കാൻ വേണ്ടി ഏകദേശം ഒരു 10-20 മിനിറ്റ് ഷീറ്റ് ഇടാൻ തന്നെ പോകും. പിന്നെ അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇതിനകത്ത് വെള്ളം നിറയ്ക്കണം. എന്തായാലും നമുക്ക് ഈ ഗ്യാപ്പൊക്കെ കവർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കുളത്തിൻ്റെ വെള്ളം നിറഞ്ഞ അത് എല്ലാ ഗ്യാപ്പും കവർ ചെയ്ത് കഴിഞ്ഞ് വെള്ളം നിറയുന്ന സമയത്തായിരിക്കും നമ്മൾ ആ ഒരു ചെറിയ കുളവും ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ ഷീറ്റ് കൊണ്ടിട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഒരു പണി പറ്റിപ്പോയി, ടൈം ലാപ്സ് കാണിക്കാൻ പറ്റാത്ത അതുകൊണ്ടാണ്. ആദ്യം മേടിച്ച ഷീറ്റിന് നീളക്കുറവായിരുന്നു. നീളക്കുറവെന്ന് വെച്ചാൽ എൻ്റെ കണക്ക് തെറ്റിപ്പോയതാണ് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ രണ്ടാമത് പോയിട്ട് പെട്ടെന്ന് തന്നെ തൊട്ടടുത്തുള്ള ഷോപ്പിൽ നിന്ന് ഷീറ്റ് മേടിച്ചുകൊണ്ട് വന്നു. സെയിം ഷീറ്റ് തന്നെയാണ്, അതാണ് പറ്റിപ്പോയത്. അപ്പോൾ കുറേ എക്സസ് വന്നിട്ടുണ്ട്, അത് നമുക്ക് അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാം. അപ്പോൾ വെള്ളം നിറച്ചുകൊണ്ടിരിക്കണം. കാരണം വെള്ളം നിറച്ചുകൊണ്ടിരിക്കുമ്പോഴേ നമുക്കിത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം നമ്മളിതെല്ലാം ആണിയെല്ലാം അടിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളം നിറയുമ്പം എല്ലാ ഭാഗത്തേക്ക് ഈ പ്ലാസ്റ്റിക് ഇറങ്ങി ചെന്നില്ലെങ്കിൽ പിന്നെ അത് മൊത്തം പൊട്ടി താഴ്ത്തു വരും. അപ്പം ജസ്റ്റ് നമ്മളിതുപോലെ എവിടെയെങ്കിലൊക്കെ ഒന്ന് ഉടക്കി വെച്ചിട്ട് പിന്നെ വെള്ളം നിറയുന്നതിനനുസരിച്ച് നമ്മൾ ഒപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം വരുന്ന സ്പീഡ് കുറച്ച് കുറവായതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്കെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇതിലെ കല്ലും കാര്യങ്ങളൊക്കെ എടുത്ത് കളഞ്ഞിട്ട് ഇതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾ അതൊന്ന് കണ്ടിട്ട് പോകാം കേട്ടോ. കഴിഞ്ഞപ്പോൾ നമ്മുടെ മിറ്റ കിടക്കണ കിടപ്പ ഇങ്ങനെ കേട്ടോ. ഈ ചാക്കൊന്നും വേസ്റ്റ് ആവില്ല. ഈ ചാക്കൊക്കെ നമ്മൾ കഴുകി വൃത്തിയാക്കി നമ്മൾ എടുത്ത് വെക്കും. പിന്നെ താഴെ കുളത്തിൽ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്നും ആണിയൊന്നും അടിച്ച് വെച്ചിട്ടില്ല, അതെല്ലാം അടിച്ച് വൃത്തിയാക്കി വെള്ളമൊക്കെ നിറച്ച് കഴിയട്ടെ. വെള്ളം നിറയട്ടെ. വെള്ളം നിറയാൻ ഏകദേശം അബൌട്ട് 2.5 hours എടുക്കും എന്തായാലും. കാരണം പൈപ്പിൽ വരുന്ന വെള്ളത്തിന്റെ സ്പീഡ് വളരെ കുറവാണ്. പറ്റുമെങ്കിൽ നമുക്ക് ടാങ്കിൽ നിന്ന് വെള്ളം എടുക്കാൻ പറ്റുമോ നോക്കാം കേട്ടോ. അപ്പോൾ വെള്ളം നിറയട്ടെ, ബാക്കി വർക്ക് നമുക്ക് പിന്നെ നോക്കാം. ഉണ്ടല്ലോ, നല്ല നിറച്ച് വെള്ളമുണ്ട്. നിറച്ചത് പറയുമ്പോൾ എൻ്റെ മുട്ടിന് അത്രയും വെള്ളമുണ്ട്. മുട്ടിന്റെ മുകളിലേക്കുള്ള വെള്ളം നമുക്ക് നാളെ ആക്കണം. ഞാൻ ഇവിടെ നാണിയൊന്നും അടിച്ചിട്ടില്ല. ഭയങ്കര തണുപ്പാണ് കേട്ടോ. ഭയങ്കര വെച്ചാൽ ഓവർ തണുപ്പാണ് വെള്ളത്തിന്. സോ ഗൈസ്, അങ്ങനെ കുളത്തിന്റെ വർക്ക്, വെള്ളം നിറയ്ക്കുന്ന പരിപാടികളൊക്കെ കഴിഞ്ഞു. നല്ല രസമുണ്ട്, നല്ല നീളത്തിലാണ് കിടക്കുന്നത്. തണുപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പാ, അപാര തണുപ്പാ. എന്നാ പറയേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എന്നെ വൃത്തിക്ക് കാണുന്നുണ്ടോ നിങ്ങൾ? ഓക്കെ, എനിക്കൊന്ന് എന്നാ എന്താ പറയുക, ഫോക്കസ് അഡ്ജസ്റ്റ് ചെയ്യട്ടെ. ഓക്കെ, എന്നെ കാണുന്നുണ്ടെന്നാണ് വിചാരിച്ചു. എൻ്റെ ഒരു ഇത് ഒന്ന് മുങ്ങി നോക്കട്ടെ. എന്തൊരു തണുപ്പാ വെള്ളത്തിന്. അയ്യോ ഈശ്വരോ,
ഭഗവാനെ ഈശ്വര, നല്ലത് ചെയ്താൽ നല്ലത് കിട്ടണേ. അപ്പം നമുക്ക് അപ്പുറത്തെ കുളം നിങ്ങൾ കണ്ടായിരുന്നു, അപ്പുറത്തെ കുളത്തിന്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ഈ കുളത്തിൽ നമുക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റൂല, അല്ല ചെയ്യായിരുന്നു. എന്നാ തണുപ്പം, കുറെ നേരം മഴയൊക്കെ കഴിഞ്ഞ് തെളിഞ്ഞിരിക്കുന്ന ഒരു ടൈമാണ്. സൂപ്പറാണ് കേട്ടോ, നല്ല തെളിഞ്ഞ വെള്ളം, വൃത്തിയുള്ള വെള്ളം. അപ്പൊ ഈ വെള്ളം നമ്മൾ ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് ഇതിൽ ഇനി പ്ലാന്റ് നടന്ന പരിപാടിയൊക്കെ നോക്കണം. ഇത് നന്നായിട്ട് ഫുള്ള് നിറയ്ക്കണം. അപ്പൊ ഫുള്ള് നിറയ്ക്കുന്ന ചാടുന്ന വീഡിയോ രാവിലെ നാളെ കാണിച്ചു തരാം. ഇപ്പൊ ചുമ്മാ ഒന്ന് മുങ്ങി എഴുന്നേക്കട്ടെ ഞാൻ. അപ്പൊ അടിപൊളിയാണ്. ഓ എന്തൊരു തണുപ്പാ. അപ്പൊ വർക്ക് ഇത്രേ ചെയ്ത് കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി വർക്കുകൾ നാളെ കാണിക്കാം. ബൈ ഗൈസ്. അപ്പൊ ഈ ഒരു കുളത്തിന്റെ ആഴം എന്ന് പറയുന്നത് ഏകദേശം 1 മീറ്ററും 20 സെന്റിമീറ്ററുമാണ് ഈ ഒരു കുളത്തിന്റെ ആഴം. ഏകദേശം 1.5 മീറ്റർ വരുന്നില്ല, 1.25 മീറ്റർ ആഴം ഈ ഒരു കുളത്തിനുണ്ട്. പിന്നെ ഇതിന്റെ നീളം എന്ന് പറയുന്നത് 3 മീറ്റർ, സോറി 3 മീറ്റർ, 3.5 മീറ്ററാണ് ഈ ഒരു കുളത്തിന്റെ നീളം എന്ന് പറയുന്നത്. എക്സാക്ട് നീളമല്ല, ഇതിന്റെ അത്ര ഒരു കുഞ്ഞു കുളമുണ്ട്. അവിടെ നമ്മൾ വേറൊരു സ്ഥലത്തെ വളർത്താൻ വേണ്ടിയാണ് ചെയ്തു വെച്ചേക്കുന്നത്. ആ കുളം ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. തണുപ്പ് ഭയങ്കര തണുപ്പാണ് കഴിച്ച്, ഒന്നും പറയാനില്ല. ഞാൻ ഇതുവഴി മുങ്ങിയിട്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് ബാക്കി കാണിച്ചു തരാം. ബൈ. അപ്പൊ ഇതാണ് നമ്മുടെ രണ്ടാമത് ചെയ്തേക്കുന്ന കുളം. ചെറിയ രീതിയിൽ ചെയ്തേക്കുന്ന കുളമാണ് കേട്ടോ. നമുക്കിവിടെ ഒരു ചെറിയ ഒരു സാധനത്തെ ഇടാൻ വേണ്ടിയിട്ടാണ്. അല്ലറ ചില്ലറ ഇപ്പൊ എന്താ പറയുക, നമുക്കിതൊരു ബ്രീഡിങ് കേജ് ആയിട്ടാണ് നമ്മൾ ഈ കുളം ഉപയോഗിക്കുന്നത്. അതിലിപ്പോ ബെറ്റാ ഫിഷ്, ഗോൾഡ് ഫിഷ് അങ്ങനെയുള്ളതൊക്കെ ബ്രീഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു സെക്ഷൻ നമ്മൾ ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിന്റെ ആഴം ഏകദേശം കറക്റ്റ് ഒരു 1 മീറ്റർ ആഴം ഇല്ല, ഒരു 3/4 മീറ്റർ ആഴം മാത്രമേ ഈ കുളത്തിനുള്ളൂ. കുഴപ്പമില്ല, നല്ല ക്ലീൻ ആയിട്ടാണ് നമ്മൾ ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഇനി പ്ലാന്റുകൾ നടും. അപ്പം ചെടി ഇടുന്നതും പ്ലാന്റ് നടുന്നതും ഒക്കെ സാധനങ്ങൾ ഇന്ന് കിട്ടിയാൽ നമ്മൾ ഇന്ന് തന്നെ ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ആ വീഡിയോ മറ്റൊരു പാർട്ടായിട്ട് തന്നെ ചെയ്യുന്നതായിരിക്കും. പ്ലാന്റിങ് അത് കുറച്ച് ഡിഫിക്കൽട്ടായുള്ള കാര്യമാണ്. ഒരുപാട് പേര് പറഞ്ഞിരുന്നു പ്ലാന്റ് നടുന്നത് ഏത് രീതിയിലാണ്, എങ്ങനെ നടണം, പിന്നെ കുളത്തിലെ മീൻ ഇടുന്നതൊക്കെ കാണിക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറ്റുമെങ്കിൽ നെക്സ്റ്റ് വീഡിയോ അല്ലെങ്കിൽ ഈ വീഡിയോ തന്നെ നമ്മൾ ഇടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾ കുളത്തിന്റെ വർക്കും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ, സംഭവം സെറ്റാണ്. ഇത് വേണേൽ നമുക്കിതൊരു സ്ഥിരം പരിപാടി ആക്കാം. കാരണം എന്താ പറയുക, നമുക്കിതില് ഹീറ്ററൊക്കെ വെച്ചിട്ട് നമുക്കൊരു ബാത്ത് ടബ് പോലെയൊക്കെ സെറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഇങ്ങനെ ഇത്രയും കുളത്തിന്റെ വർക്ക് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു ബ്രീഡിങ് കേജ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കും. ഇതിന്റെ ഉള്ളില് നല്ല വേരുകളും, ഇപ്പം അഥവാ മീന് മുട്ട ഇട്ടാൽ തന്നെ ഇതിനുള്ളിൽ തന്നെ ആയിരിക്കും മീനുകളെ വിരിയിക്കുന്നത്. നമ്മൾ പേരായിട്ടിരുന്ന മീനുകളെ നമ്മൾ മാറ്റും. തണുപ്പെന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, ചില്ലറ തണുപ്പല്ല. നമ്മൾ എന്നിട്ട് കുഞ്ഞുങ്ങളെ ഈ ഒരു വലിയ കുളം കണ്ടല്ലോ, നിങ്ങൾ ഒന്ന് ക്യാമറ കാണിച്ചാൽ, ഈ ഒരു വലിയ കുളം കണ്ടല്ലോ, ഈ ഒരു വലിയൊരു കുളത്തിലേക്ക് നമ്മളെ മീനുകളെ ട്രാൻസ്ഫർ ചെയ്യുന്നതായിരിക്കും. പിന്നെ കോഴിക്കറുപ്പിനെ കഴിക്കാൻ പറ്റും. ഓക്കെ, നമ്മൾ കോഴിക്കറുപ്പിനെ കഴിക്കാൻ വേണ്ടിയാണ് വളർത്തുന്നത്. പിന്നെ ഗോൾഡ് ഫിഷ് കൂടി ഉണ്ടാവും, ബ്ലാക്ക് ടർട്ടുക, റെഡ് ടർട്ടുക, പിന്നെ ബ്ലാക്ക് മോളി, ഗോൾഡൻ പിനോക്കിയോ, പിന്നെ പറ്റുമെങ്കിൽ ഓസ്കാർ, അങ്ങനെയുള്ള മത്സ്യങ്ങളൊക്കെ നമ്മൾ ഇതിനകത്ത് വളർത്തുന്നതായിരിക്കും. അപ്പോൾ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് ഞാൻ തരുന്നതായിരിക്കും. തണുപ്പ് കഴിക്കാൻ പറ്റുന്നില്ല. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. കുളത്തിന്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സംഭവം നമുക്ക് കൂടുതൽ സെറ്റപ്പ് ആക്കണം. എന്തെങ്കിലും ഐഡിയാസ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. മീനെ മേടിക്കണമെങ്കിൽ അത് കമന്റ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ പറയുക. തെറ്റുകുറ്റങ്ങൾ ഇറച്ചിട്ടും നിൽക്കത്തില്ല ഗൈസ്. അപ്പം നിങ്ങൾക്ക് തന്നെ കഷ്ടപ്പെട്ട് സഹിക്കുന്നില്ല ഞാൻ. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉറപ്പിക്കുകയാണ്. ഒരുപാട് നല്ല നല്ല വീഡിയോസ് ഇനിയും ഉണ്ടാവും. അപ്പൊ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നല്ല കണ്ടന്റ് ആയിട്ട് വീണ്ടും കാണാവുന്ന പ്രതീക്ഷയിൽ ഇറ്റ്സ് മീ വില്ലേജ് ജീനിയസ് സൈനിങ് ഔട്ട്.